ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ ഇന്നൊരു മന്തി റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ മന്തിയാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് നമുക്ക് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് മാഗി ക്യൂബ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. 2 മാഗി ക്യൂബ്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഹാഫ് ലെമണും ആഡ് ചെയ്ത് കൊടുക്കാം. ചെറുതായി അരിഞ്ഞ ക്യാപ്സിക്കവും പിന്നെ മല്ലിയിലയും പുതിനയിലയും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ചിക്കൻ നമുക്ക് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുക്കാം. അതിലേക്ക് ചിക്കൻ വെച്ച് കൊടുത്തതിന് ശേഷം സൺറിച്ചിൻ്റെ ഓയിലും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. തിളച്ച വെള്ളത്തിലേക്ക് നമുക്ക് മന്തി റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഡ്രൈ ലെമണും കറുവാപ്പട്ട അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ഹാഫ് ആൻ അവർ നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. ചിക്കൻ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിച്ചു പോകും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കണം ചിക്കൻ മറിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളെ റൈസ് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. പൊരിച്ച് വെച്ച ചിക്കനിൽ നിന്ന് പകുതി മാറ്റിയതിന് ശേഷം നമുക്ക് ആ പാത്രത്തിൽ തന്നെ റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് നന്നായിട്ട് ചിക്കനും ഓയിലൊക്കെ ആയിട്ട് മിക്സാക്കി എടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. റൈസ് ഫുൾ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ചെറുതായി അരിഞ്ഞ ക്യാപ്സിക്കം പിന്നെ മല്ലിയിലും പുതിനയിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യണം. ഫുൾ റൈസിന് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. മാഗി ക്യൂബും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു മാഗി ക്യൂബും ആഡ് ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ള ചിക്കൻ നമുക്ക് ഇതുപോലെ മുകളിൽ വെച്ച് കൊടുക്കാം. ഞാനിവിടെ ഫുഡ് കളർ ആഡ് ചെയ്യുന്നുണ്ട്. അത് റൈസിനൊരു നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആഡ് ചെയ്യുന്നത്. ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. ഇവിടെ റെഡ് കളറും യെല്ലോ കളറുമാണ് ആഡ് ചെയ്യുന്നത്. റൈസ് കാണാൻ നല്ല ഭംഗിയുണ്ടാവും, അതിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നതാണ്. പച്ചമുളക് നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ റൈസിലേക്ക് ഇറങ്ങി വരും. പിന്നെ നമുക്ക് ചാർക്കോൾ വെച്ച് കൊടുക്കാം. അതിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് മൂടി വെക്കാം.
അപ്പം നല്ലൊരു സ്മോക്കി ഫ്ലേവർ നമ്മളെ റൈസിന് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം നമ്മളെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മന്തിയാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേന്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട് അതിന് കഴിക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. നന്നായിട്ട് മിക്സ് ചെയ്യണം, അടിയെ മിക്സ് ചെയ്യണം. ഓയിലൊക്കെ എല്ലായിടത്തും എത്തേണ്ടതാണ്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം അറിയിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.